ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഉസ്താദുമാർ, സ്കൂൾ അധികൃതർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇന്ന് എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കുറച്ച് പേരൊഴിച്ച്. ആരാണ് ആ കുറച്ചു പേര്? നാം ആരെക്കൊണ്ടാണോ സന്തോഷിക്കുന്നത് അതിന് കാരണക്കാരായ നമ്മുടെ കുഞ്ഞുമക്കള്. അവർക്ക് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ ഉപ്പാനെയും നമ്മുടെ ഉമ്മാനെയും വിട്ട് വൈകുന്നേരം വരെ നിൽക്കണ്ടേ എന്നാലോചിച്ചു കൊണ്ടുള്ള ഒരു വേവലാതി അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്ന് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേദന ഇനി സ്കൂൾ തുറക്കുകയാണ്. സ്കൂള് വെള്ളിയാഴ്ച പൂട്ടിക്കഴിഞ്ഞാൽ ശനി കഴിഞ്ഞ് ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പിന്നെയും അവർക്ക് ഈ വേദന ഇങ്ങനെ അല്ലട്ടും. എൻ്റെ ഉമ്മാനെയും എൻ്റെ ഉപ്പാനെയും ഇനി നേരം പോലെ കാണാൻ, ഒരുപാട് നേരം കണ്ടിരിക്കാൻ ഇനി അടുത്ത വെള്ളിയാഴ്ച ആകണ്ടേ എന്ന വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മക്കളുടെ ചിന്തകളിൽ ഇപ്പോ ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ജീവനാണ്. നമുക്ക് ചെറിയ വേദന വരുമ്പോൾ അവർക്ക് താങ്ങാൻ സാധിക്കില്ല, വലിയ പ്രയാസമായിരിക്കും. ഈ ചിന്ത എപ്പോഴും നമ്മുടെ മക്കളുടെ ചിന്തകളിൽ ഉണ്ടായിരിക്കണം. അതിന് നാം എന്തു ചെയ്യും? കാലത്തിന്റെ കുസൃതിയിൽ ഏർപ്പെടുന്ന നേരത്ത് നമ്മുടെ മക്കൾ പറയണം, എൻ്റെ ഉപ്പാക്കും എൻ്റെ ഉമ്മാക്കും ഇത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ആദ്യം തന്നെ അതിൽ നിന്ന് പടിയിറങ്ങുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം. അതിനെന്ത് ചെയ്യും? അതിന് നമ്മുടെ മക്കളുടെ റോൾ മോഡൽ നാം ആകണം. ഉപ്പയും ഉമ്മയും നമ്മുടെ മക്കളുടെ റോൾ മോഡലാകണം. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ് തങ്ങൾ ചെറുപ്പത്തിലെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഒരു സ്വഹാബിയാണ്. അടിമയാക്കി അങ്ങനെ വന്നു. അങ്ങനെ കാലക്രമേണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹുവിനെ കിട്ടി. വളരെ ചെറിയ കുട്ടിയാണ്, പൈതലാണ്. ആ ചെറുപ്രായത്തിൽ ഹബീബായ തങ്ങളുടെ അടുക്കലാണ് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വളർന്നത്. വളർത്തുപ്പയായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നറിഞ്ഞ മാതാപിതാക്കൾ അവരുടെ അമ്മാവനും ഉപ്പയും എല്ലാം ചേർന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ അടുക്കലുള്ള കുട്ടി സെയ്ദ് എന്ന കുട്ടി ഞങ്ങളുടെ മകനാണ്, കുട്ടിയെ തിരിച്ചു കിട്ടണം എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു കേട്ട ഉടനെ പറഞ്ഞത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇപ്പോൾ എൻ്റെ പ്രവാചകനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായ എൻ്റെ ഉപ്പയാണ്. ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന തരത്തിലുള്ള ആശയത്തിലുള്ള സംസാരങ്ങൾ അവിടുന്ന് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. സ്വന്തം വാപ്പയല്ലാനിട്ടുകൂടെയും ചെറിയ തരത്തിലുള്ള സ്നേഹങ്ങൾ വാരിക്കോരി അങ്ങ് കൊടുത്ത സമയത്ത് സ്വന്തം വാപ്പയല്ലാനിട്ടുകൂടെയും വിട്ടുപോകാൻ തയ്യാറാകാതെ ചേർത്ത് നിർത്തി. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നമ്മുടെ മക്കളുടെ റോൾ മോഡൽ നാമായി മാറണം. ഉപ്പയും ഉമ്മയുമാണ് നമ്മളുടെ റോൾ മോഡലായിട്ട് മാറേണ്ടത്. അത് വിട്ടെ, ഇനി എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? മൈക്കയിൽ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല? കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഒരു കാര്യം ചെയ്തു നോക്കാം. ഓക്കെ അല്ലേ? എല്ലാവരും കൈകളൊന്ന് പൊക്കും. എല്ലാവരും ഒന്ന് ഇങ്ങനെ കൈകൾ പൊക്കി. എല്ലാവരും കൈകൾ പൊക്കി. ഓക്കെ, നിങ്ങൾ പൊക്കണ്ട, വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഇനി എല്ലാവരുടെയും ചെറുവിരൽ ഇതാണ് നമ്മുടെ മധ്യത്തിൽ ഒന്ന് വെച്ച്, എല്ലാവരുടെയും ചെറുവിരൽ ഒന്ന് മധ്യത്തിൽ വെച്ച്.
കുറച്ച് ആളുകളൊക്കെ ശരിയാക്കി, ചില ആളുകൾ അതോടെ തെറ്റിച്ച്. കുഴപ്പമില്ല. തങ്ങളുകുട്ടിയായ ഈ ഞാൻ നേരിട്ട് നിങ്ങളോട് പറയുന്ന സമയത്ത് പോലും നാം അതെന്ത് ചെയ്യാണ്? തെറ്റിച്ചു അല്ലേ? പല ആളുകളും ഇതിനിടെ തെറ്റിച്ചു, ചില ആളുകൾ ശരിയാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോ ഞാൻ നേരിട്ടിട്ട് നിങ്ങൾക്കൊരു സന്ദേശം തന്നു. ആ നേരിട്ടുള്ള സന്ദേശം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? റെഡിയാക്കിയിട്ടില്ല, ശരിയാക്കിയിട്ടില്ല, പലവരും തെറ്റിച്ചു. ആ സമയത്ത് ഇതേപോലെ തന്നെ നാം നമ്മളുടെ മക്കളോട് സുഹൈലെ പള്ളി പോയി നിസ്കരിച്ചിട്ട് പോയി നിസ്കരിച്ചിട്ട് ഖുർആനോത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മക്കൾ അത് ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ അനുസരിക്കില്ല. ഇപ്പോ ഇനി പള്ളിയിലേക്ക് പോകുമ്പോൾ തന്നെ ചിലപ്പോൾ തോന്നും ഉപ്പ ചിലപ്പോൾ വീട്ടിലിരുന്നിട്ട് മൊബൈൽ കളിച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഉപ്പ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ശുഗലായിട്ടിരിക്കുകയായിരിക്കും. അപ്പോ വാപ്പ അത് ചെയ്യാതെ മകനെ കൊണ്ടെന്ത് ചെയ്യാണ്? ആജ്ഞാപിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വിടുകയാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നാം പറയുന്ന വാക്കുകളെക്കാളും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മളുടെ മക്കൾ നോക്കുക. അവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും ഈ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിലേക്കാണ് എപ്പോഴും ഞാൻ മടങ്ങി വരുന്നത്, നമ്മളുടെ മക്കളുടെ റോൾ മോഡൽ നാം ആയിട്ട് മാറണം എന്നുള്ളത്. പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം കോമ്പറ്റീഷൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നാം എന്നും വാക്കുവരാതെ കേൾക്കുന്ന ഒരു സത്യവും കൂടിയാണ്. എപ്പോഴും പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അതിന് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിദ്യ ഉള്ളവനും ഇല്ലാത്തവനും സമന്മാരാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എഡ്യൂക്കേഷൻ ഈസ് മോസ്റ്റ് പവർഫുൾ വെപ്പൺ which you can use to change the world. അപ്പൊ നമ്മൾ വിദ്യാഭ്യാസത്തെ നാം വേണ്ട രീതിക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഈ ലോകത്ത് നാം കാരണം വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറും. വിദ്യ ഉള്ളവനും ഇല്ലാത്തവനും സമന്മാരല്ല എന്നത് വലിയ ഒരു സത്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് വലിയ തരത്തിൽ നാം മുന്നേറ്റം ചെയ്യണം. നമ്മുടെയൊക്കെ ചിന്തകളിൽ ഇപ്പോൾ സദാസമയം ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ മകനെ നല്ല നിലയിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ മകളെ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കണം. ഞാൻ ജീവിച്ച പോലെ എൻ്റെ പ്രതിസന്ധികളിലൂടെ, എൻ്റെ പ്രാരാബ്ദങ്ങളിലൂടെ എൻ്റെ മക്കൾ കടന്നു പോകരുത്. ഞാൻ തന്നെ ഒരുപാട് വേദനകൾ കണ്ടു, ഒരുപാട് കരഞ്ഞു, ഒരുപാട് കണ്ണീരിൽ അലിഞ്ഞു ചേർന്നു. എൻ്റെ മക്കളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത്. ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ പോയി എൻ്റെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കണം, പഠിച്ച് നല്ല നിലയിലേക്ക് എത്തിപ്പെടണം എന്നാണ് ഓരോ രക്ഷിതാക്കളുടെയും ചിന്തകളിൽ ഉണ്ടാവുക. എന്നാൽ രക്ഷിതാക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു കാര്യം പഠിക്കാതെ ചെയ്യുന്നുണ്ടോ? നാം ഒരു കാര്യവും പഠിക്കാതെ ചെയ്യുന്നില്ല. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, എല്ലാവരും ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. നാം ഒരു കാര്യവും പഠിക്കാതെ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഉമ്മമാര് അവരുടെ ചെറിയ സമയങ്ങളിൽ ആദ്യം വിവാഹം കഴിച്ചു വന്ന സമയത്ത് ബിരിയാണി വെക്കാനൊന്നും അത്ര അറിയുന്നുണ്ടാവില്ല. ഇപ്പത്തെ പെൺകുട്ടികളാണെങ്കിൽ ഇപ്പൊ ബിരിയാണി വെക്കേണ്ട ഒരു സാഹചര്യമാണ്, മറ്റാരും അടുത്തൊന്നും ഇല്ല, ബിരിയാണി വെക്കുന്ന ആളുകളൊന്നും ഇല്ലെങ്കിൽ, നമ്മളത് പഠിച്ചിട്ടും ഇല്ലെങ്കിൽ നാം എന്ത് ചെയ്യും? വേഗം മൊബൈൽ ഫോൺ എടുക്കും, യൂട്യൂബിൽ പോകും, സെർച്ച് ചെയ്യും, ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വിഷയം നാം പഠിക്കും. അങ്ങനെ പഠിച്ച് നാം നല്ല അടിപൊളി ബിരിയാണി ആണെങ്കിലും മന്തിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഉണ്ടാക്കും. അതേപോലെ ഇപ്പോൾ എക്സാമാണ്, എക്സാമിന് വേണ്ടിയിട്ട് നാം പ്രിപ്പയർ ചെയ്യാതെ എക്സാം എഴുതാൻ വേണ്ടി നാം പോയി, എക്സാം എഴുതി, എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പൊട്ടിപ്പാളീസാവൂലേ? എന്നാൽ ആ എക്സാമിന് വേണ്ടി നാം പ്രിപ്പയർ ചെയ്ത്, ആ പ്രിപ്പയർ തന്നെ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നാം നല്ല രീതിയിൽ പാസ്സാകും, അല്ലെങ്കിലോ
കുറച്ച് പ്രിപ്പയർ ചെയ്തു, അപ്പൊ ജസ്റ്റ് പാസ്സായിട്ട് മാറും. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ അറിയുന്ന ആളുകളല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കണം. അങ്ങനെ നാം വണ്ടി ഓടിക്കാനായി ഡ്രൈവ് ചെയ്യാനും അറിയില്ല. ആ സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കാൻ തുനിഞ്ഞാൽ, വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ ഇവിടെ പോയിട്ട് വണ്ടി ഇടിക്കും, അല്ലേ? അപ്പോ അവിടെയെല്ലാം നാം എന്ത് ചെയ്യുന്നു? പഠിച്ച് എങ്ങനെയാണ് വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യം നമ്മൾ പ്രാക്ടിക്കലായും അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുമാണ് നാം എന്ത് ചെയ്യുന്നത്? അതിനായിട്ടെല്ലാം തുനിയുന്നത്. അപ്പോ ഇതെല്ലാം നാം പഠിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം പഠിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കൾ ഉണ്ടാകുന്ന നേരത്ത് ആ മക്കളെ നാം നോക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇത് നാം പഠിക്കാതെ ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മൾ ഈ കാര്യം സത്യത്തിൽ പഠിക്കാതെ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാള് വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മുടെ മക്കളെ കൃത്യമായൊരു വിഷൻ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മക്കളെ കൃത്യമായൊരു വിഷയം നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്നത് വലിയൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് നാം കൃത്യമായി അനലൈസ് ചെയ്യുകയും അതിനു വേണ്ട മാറ്റത്തിരുത്തലുകൾ വരുത്തുകയും എവിടെയെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ അതിൽ ആ തെറ്റുതിരുത്തലുകളൊക്കെ മാറ്റി റെഡിയാക്കി കഴിഞ്ഞ് നാം ലോകത്തിന് അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ റിസൾട്ട് ദുനിയാവിലും ചില സമയത്ത് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അതിനേക്കാൾ അപ്പുറത്ത് നാം ഖബറിൽ കിടക്കുന്ന നേരത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന പ്രൊജക്റ്റ് അത് നാം അനലൈസ് ചെയ്ത് ചെക്ക് ചെയ്ത് നാം ലോകത്തിന് പ്രസന്റ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് ഖബറിൽ ആസ്വദിക്കാനായി സാധിക്കും. അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തവരാണെങ്കിൽ ഖബറിൽ ഇങ്ങനെ കിടക്കുന്ന നേരത്ത് നമ്മൾ ഉമ്മമാരും ഉപ്പമാരും ഇങ്ങനെ കിടക്കുന്ന നേരത്ത് വലിയ സന്തോഷം നമുക്കുണ്ടാകും. എൻ്റെ മകൻ പാവങ്ങൾക്ക്, അശരണർക്ക് താങ്ങാവുന്നു, കൈത്താങ്ങാകുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, വിദ്യ കൊണ്ട് ദിവസവും പഠിപ്പിച്ചതുകൊണ്ട് ഖുർആൻ ദിവസവും ഓതുന്നു, ഹാഫിളാണെങ്കിൽ ദിവസവും 3 ജുസ് ഖുർആൻ ഓതുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, ഉസ്താദന്മാരാണെങ്കിൽ ദർസ് നടത്തുന്നു, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. ലോകത്തിന് വേണ്ട നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും സമുദായത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളായി ലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്യുന്നു എന്നുള്ളതായ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഖബറിൽ കിടന്നിങ്ങനെ സന്തോഷത്തോടെ അനുഭവിക്കും. അതാണ് നാം ഓരോ വ്യക്തികളും ആസ്വദിക്കേണ്ട, ആഗ്രഹിക്കേണ്ട ഒരു കാര്യം. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളായി മാറണം. മക്കൾക്ക് വേണ്ട, മക്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള രക്ഷിതാക്കളുമായി മാറണം. അതിന് വേണ്ടത്, ആദ്യമായി വേണ്ടത് ചെറുപ്പത്തിലേ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ചെറുപ്പത്തിലേ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് നാം നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, നല്ല സ്കൂളുകളിൽ ചേർക്കണം, നല്ലതായ ചുറ്റുപാടുകൾ നമ്മുടെ മക്കൾക്ക് നാം ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ ഇവിടുത്തെ സഅദ് ഇർഷാദിയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂൾ അധികൃതരും എന്നെ ഇതിലേക്ക് ക്ഷണിക്കുകയും ഇങ്ങോട്ട് വരണം എന്ന് പറയുകയും ചെയ്ത സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞു, സഅദ് ഇർഷാദിയോട് ചോദിച്ചു, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇവിടുന്ന് പറഞ്ഞു, ആദ്യമായി പറഞ്ഞത് ഇവിടെ സഹറത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് പ്രീ സ്കൂളിൽ ആദ്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 6ാം ക്ലാസ് വരെയുള്ള ഒരു ക്ലാസ്സും ഇവിടെ കൊടുക്കുന്നുണ്ട്. UP വരെയുള്ള ഒരു ക്ലാസ് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം അറിഞ്ഞ സമയത്ത് എന്താണ് ഈ സഹറത്തുൽ ഖുർആൻ? നാം ഒരുപാട് കേട്ടതാണ്. അതിന്റെ അവരുടെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തു. സഹറത്തുൽ ഖുർആൻ ZQL. അപ്പൊ അവരുടെ യൂട്യൂബ് ചാനൽ കണ്ടു. ആ യൂട്യൂബിൽ ചാനലിൽ കയറി നോക്കിയ സമയത്ത് ഒരുപാട് പ്രഗത്ഭരായ ഉസ്താദന്മാർ അതിലുണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് അതിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം തികച്ചും വ്യത്യസ്തവും മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അധികം രസത്തിൽ മനസ്സിലാക്കിയെടുക്കുവാനും വേണ്ടിയുള്ള വ്യത്യസ്തമായ ക്ലാസ്സുകൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, മറ്റുള്ള വിദ്യാലയങ്ങളിൽ നിന്ന്, മറ്റുള്ളതായ പഠന മേഖലകളിൽ നിന്ന് തികച്ചും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം തികച്ചും വ്യത്യസ്തമായതാണ്. കാരണം മറ്റുള്ള സ്കൂളുകളിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ മക്കൾ പഠിക്കുന്നത് A for ആപ്പിൾ, B for ബോൾ, C for കാറ്റ്, D for ഡോഗ് തുടങ്ങിയിട്ടുള്ളതായ അക്ഷരങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്നതോ
A for Allah, B for Bismillah, C for charity, D for deen, dua. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഖുർആനിനെയും നന്നായി മനസ്സിലാക്കുന്നു. ലോകത്ത് വളർന്നു വരുമ്പോൾ നാം നല്ല മേഖലയിലേക്ക് എത്തിപ്പെടുമ്പോഴും അല്ലാത്തപ്പോഴും ചാരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഏതു പ്രയാസഘട്ടം വന്നാലും പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും താങ്ങാവാൻ തണലാവാൻ എന്തിനും നമ്മുടെ കൂടെ നമ്മുടെ സർവശക്തനായ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന തരത്തിൽ നമ്മുടെ മക്കളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അതിനുള്ള അവസരം കൊടുക്കുന്നു. ഇതിനെല്ലാം കിട്ടുന്ന ഭാഗ്യം എപ്പോഴാണ്? ഖുർആൻ പഠിക്കുന്നു, മറ്റുള്ളതായ ഇസ്ലാമികപരമായ കാര്യങ്ങൾ പഠിക്കുന്നു. ഇതിനെല്ലാമാണ് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്ന കാര്യങ്ങൾ. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അറിവുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മഹത്വമേറിയ കാര്യം എന്ന് പറയുന്നതും. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പൊ നമ്മുടെ മക്കള് ഈ അലിഫ് സ്കൂളിൽ വന്നിട്ട് ഖുർആൻ പഠിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അവരുടെ ആദ്യ അക്ഷരത്തിൽ അലിഫ് എന്നുകൊണ്ട് പഠിക്കുന്നു, ബാബു പഠിക്കുന്നു, അള്ളാഹുവിനെ പഠിക്കുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുന്നു, ഇസ്ലാമിനെ പഠിക്കുന്നു. നമ്മുടെ ചെറിയ മക്കളുടെ പ്രായത്തിൽ കടന്നു വരുന്ന ആശയങ്ങൾ വളരെയധികം സുന്ദരവും അതിലുപരി വളരെയധികം മഹത്വമേറിയ കാര്യങ്ങളും നമ്മുടെ മക്കൾ പഠിക്കുന്നു. അപ്പോ നമ്മുടെ മക്കൾ മറ്റുള്ളതായ ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ മക്കളുടെ ചിന്തകളും നമ്മുടെ മക്കളുടെ ആശയങ്ങളും ആയി വരികയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. ഈ സ്കൂളിൽ വരുവാനും ഈ സ്കൂൾ നിങ്ങൾ തിരഞ്ഞെടുക്കുവാനും ഈ സ്കൂളിൽ വന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുവാനും നിങ്ങൾ തയ്യാറായതിലാണ് ഞാൻ ആ അഭിനന്ദനങ്ങൾ നേരുന്നത്. ചെറുപ്പത്തിലെ നമ്മുടെ മദ്രസകൾ മാത്രമല്ല, സ്കൂളിലേക്ക് വരുമ്പോഴും ഇങ്ങനെ ഖുർആൻ പഠിക്കാനും അതുപോലെ തന്നെ മദ്രസ പഠിക്കാനും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസത്തിനോടുകൂടെ ഭൗതിക വിദ്യാഭ്യാസം കരസ്ഥമാക്കുവാൻ കിട്ടുന്ന അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് തന്നെ ഇവിടെ ZQ അതുപോലെ തന്നെ 6ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ മക്കളെ ഇവിടുത്തെ ഉസ്താദന്മാര് ഇവിടുത്തെ ടീച്ചേഴ്സ് കൃത്യമായി പറയുന്ന തരത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇവർ കൊടുക്കുന്നത് പോലെ വീട്ടിൽ ചെന്നും ഇവർക്ക് അതിനനുസരിച്ച് ഇവരുടെ കൂടെ താങ്ങായി തണലായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ മറ്റുള്ള മക്കളികളിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്ത് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ മക്കളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാര്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് എല്ലാവരും ഇതൊരു ചെറിയ കാര്യമല്ല. വിദ്യാഭ്യാസം എന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ അറിവ് പഠിക്കാൻ ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണം എന്നാ പറഞ്ഞത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയൊരു കാര്യമല്ല. നാം ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലവരും പറയുന്നു നമ്മുടെ ജോലികളെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലികളിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. ഇനി ഗ്രാഫിക് ഡിസൈൻ മേഖലയിലാണെങ്കിലും അതിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. ഏതൊരു മേഖലയിലേക്ക് വരികയാണെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രി അത്രയും വളർന്നതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഒരു ദോഷം അവിടെ അനുഭവപ്പെടുന്നു. പഴയ 10ാം ക്ലാസ്സും പഴയ ഡിഗ്രിയും അല്ലെങ്കിൽ പഴയ തരത്തിലുള്ള ആ ഒരു ഡിഗ്രി വരെ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നല്ല രീതിയിൽ നല്ല മേഖലകളിലേക്ക് വളർന്നു പന്തലിക്കണം. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമ്മുടെ മക്കൾക്ക് നാം അറിയിച്ചു കൊടുക്കണം. അതെങ്ങനെ അറിയിച്ചു കൊടുക്കും? നാമാണ് നമ്മുടെ റോൾ മോഡൽ എന്ന് മക്കളോട് അറിയണം. മക്കൾ മനസ്സിലാക്കണം, എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ റോൾ മോഡൽ. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വാചകമാണ് നിങ്ങൾക്ക് എപ്പോഴും അറിയിച്ചു തരുന്ന ഏക ഒരു കാര്യം. ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ രീതിക്ക് വേണം. നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാതെ മക്കളെ ആണ് നിസ്കരിക്കാൻ ആട്ടി പറഞ്ഞാല് സ്വാഭാവികമായി നമ്മുടെ മക്കളുടെ ചിന്തയിൽ വരും, എന്തിനാപ്പോ വാപ്പ പള്ളിയിൽ ഇപ്പൊ വരുന്നില്ല, വാപ്പ വീട്ടിലിരുന്ന് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ വാപ്പ വീട്ടിലിരുന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, എന്നെ ആജ്ഞാപിച്ച് പറഞ്ഞു വിടുന്നു. അവിടെ റോൾ മോഡൽ അല്ല ആകുന്നത്, അവിടെ നമ്മുടെ മക്കളുടെ ഒരു വില്ലനായിട്ടാണ് നാം മാറുന്നത്. മറിച്ച് നാം ആദ്യം അത് കാണിച്ചു കൊടുക്കുന്നു,
അത് നമ്മുടെ മക്കളോട് ചിലപ്പോൾ പറയേണ്ട ആവശ്യം കൂടി ഉണ്ടാവില്ല. നമ്മുടെ മക്കളോട് പറയാതെ അവര് താനേ ചിലപ്പോൾ പള്ളിയിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാവും. നമ്മുടെ ഉമ്മ പറയുന്നത് വളരെയധികം സ്നേഹത്തോടെ ലാളനയോടെ സുന്ദരമായി തന്നെ നമ്മുടെ മക്കൾ കേൾക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നാം ഓരോരുത്തരും വരേണ്ടത്, എത്തിപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, ഖുർആൻ പഠിക്കുക, അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് തിരഞ്ഞെടുത്ത ഈ സ്കൂൾ ഏറ്റവും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. ഖുർആൻ പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവരുടെ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഭാഗ്യം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു വലിയ പ്രത്യേകമായ കിരീടം അവർക്ക് കൊടുക്കും. അത് സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാകും അത്രേ. മാത്രമല്ല ഒരുപാട് വലിയ വലിയ സമ്മാനങ്ങളായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പഴയ സ്റ്റൈലിൽ നിന്ന് മാറി പുതിയ രീതിയിലേക്ക് നമ്മുടെ മക്കൾ മാറണം. കാലം മാറി എന്ന് നമ്മൾ പറയില്ലേ, അപ്പൊ കാലം മാറിയതിനനുസരിച്ച് കോലം കൂടെ മാറണം. കോലം മാറുക എന്ന് പറയുന്നത് നമ്മുടെ വേഷവിധാനത്തിലുള്ള മാറ്റമല്ല, അതിനനുസരിച്ച് ഭാഷയിലെ വ്യത്യാസങ്ങൾ, നമ്മുടെ സംസാരത്തിലുള്ള വ്യത്യാസങ്ങൾ, വിദ്യാഭ്യാസത്തിലുള്ള മാറ്റങ്ങൾ. ഇപ്പൊ പണ്ട് കാലഘട്ടത്തിൽ നമുക്ക് മലയാള ഭാഷ മാത്രം നമ്മുടെ നാടുകളിൽ മതിയായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ കേരളത്തിൽ തന്നെ മലയാളത്തിനേക്കാൾ അപ്പുറം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയാണ്. ചെറുപ്പത്തിലെ നമുക്ക് LKG മുതൽ ഇംഗ്ലീഷിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു വരികയാണ്. സോ വിദ്യാഭ്യാസം അത് വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട്. ആ അവസരങ്ങളെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. അവസരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നല്ല ഒരു റിസൾട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ പോണ പോലെ അങ്ങോട്ട് പോയാൽ, തള്ളിവിടുന്ന പോലെ അങ്ങോട്ട് പോയാൽ എവിടെയും എത്തിപ്പെടാതെ നമ്മുടെ കൂട്ടുകാര് രക്ഷപ്പെടുന്ന സമയത്ത്, നമ്മുടെ അയൽവാസികൾ രക്ഷപ്പെടുന്ന നേരത്ത് നാം മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. സോ നാം നമ്മുടെ മക്കളെ നല്ല മേഖലയിലേക്ക് എത്തിക്കണം എന്ന ആശയം മനസ്സിൽ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണം. ആദ്യം നമുക്ക് വേണ്ടത് തവക്കുൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കോളും. രണ്ടാമതായി നമുക്ക് വേണ്ട കാര്യം നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നാം തയ്യാറാവുക എന്നുള്ളതാണ്. മക്കളെ മഗ്‌രിബ് ഇശാഇന്റെ നേരത്ത് മക്കളോട് പറയാണ്, മക്കളെ ഇരുന്ന് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് നാം അപ്പുറത്തെ റൂമിൽ ഇരുന്ന് മൊബൈൽ കുത്തി കളിച്ചത് കൊണ്ട് കാര്യമില്ല. മറിച്ച് മക്കളുടെ അടുത്ത് പോയിരുന്ന് മക്കളെ പഠിക്കും. അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരൊന്ന് ചേർത്ത് പിടിക്കാനായി നാം ഒന്ന് തയ്യാറാവുകയാണെങ്കിൽ അവർ കരുതും, എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ, എൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ടല്ലോ, അവർക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം നല്ല മാർക്ക് വാങ്ങിക്കൊടുക്കലാണ്, നല്ല മക്കളായി തിരിച്ചു വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു വഴികേടിലേക്കും ഒരു വൃത്തികെട്ട തരത്തിലേക്കും ഞാൻ മാറിപ്പോകരുത് എന്ന നമ്മുടെ മക്കളുടെ ചിന്തകളിൽ അങ്ങനെയുള്ളതായ ആശയങ്ങൾ താനേ കയറി വരും. സോ അത് നാം നന്നായി ശ്രദ്ധിക്കുക. സോ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് കൂടുതൽ സമയം വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ടതില്ല. നല്ല രീതിയിൽ ഇവിടുത്തെ സ്കൂൾ അധികൃതർക്കും ഇവിടുത്തെ ടീച്ചേഴ്സിനും ഇവിടുത്തെ ഉസ്താദന്മാർക്കും ഇവിടുത്തെ പാരന്റ്സിനും എല്ലാവർക്കും ഇവരുടെ സ്ട്രക്ചറും ഇവരുടെ രീതികളും എല്ലാം നല്ലതുപോലെ ഉൾക്കൊള്ളുവാനും ടീച്ചേഴ്സിനും ഇവിടുത്തെ ഉസ്താദന്മാർക്കും നല്ല രീതിയിൽ കുട്ടികളുമായി കൊണ്ട് നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുവാനും കുട്ടികളെ വളർത്തിയെടുക്കുവാനും നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ ഉസ്താദന്മാർക്കും എല്ലാം സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളൊരു നിലയിലേക്ക് നമ്മുടെ ടീച്ചേഴ്സിനെയും നമ്മുടെ ഉസ്താദന്മാരെയും മാറ്റിത്തരട്ടെ. നല്ല മക്കളായി പഠിച്ച് നല്ല മേഖലയിൽ എത്തിപ്പെട്ട് നാടിന് നാട്ടുകാർക്ക്, വീടിന് വീട്ടുകാർക്ക്, സമുദായത്തിന് സമൂഹത്തിന് ഉപകരിക്കുന്ന നല്ല മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ മാറ്റിത്തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.